ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടാ ഫാസിലെ. ഓരോന്നേ ഓർക്കാപ്പുറത്താണ് വന്ന് ചാടുന്നത്. എന്തെങ്കിലും ചെയ്യാലോചിച്ചിട്ട് ഞാൻ പോയിട്ട് പറ്റാന്നോ? നീ പോയിട്ട് എന്താ ഇപ്പടെ പോണ? ഇരിക്ക്. ഞാൻ ഇരുന്നിട്ട് എന്തായാലും എന്റെ ഹാഫ് ഡേ ലീവ് പോകൂലേ? ഇരിക്കടോ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ ഇപ്പൊ ചെയ്യുന്നത്? കനക, നീ ഒരു പണി ചെയ്യും. നീ ആ തങ്കത്തിനോട് പോയി പറഞ്ഞിട്ട് ഇവളൊന്നും നോക്കാൻ പറ. നീ പറഞ്ഞ അവള് കേൾക്കും. എടാ, ഞാൻ എങ്ങനെയാണ് തങ്കത്തിനോട് പോയി പറയണത്? ഇവളുടെ വായിലനാവ് കൊള്ളായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഇത് പാമ്പും കീരിയും കണ്ട മാതിരിയാണ്. കാക്ക് തന്നെ കോഴിക്കണ്ടൂടെ, കോഴി തന്നെ കാക്കിണ്ടൂടെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി അതൊന്നും പറയണ്ടെന്ന്. നമുക്കൊരു ആപത്ത് വരുമ്പോഴല്ലേ കൂടപ്പറപ്പങ്ങളും പെങ്ങളും ഒക്കെ സഹായത്തിന് വേണ്ടത്. ഓ, എന്നെ കൊണ്ട് വയ്യ ഇനി പോയിട്ട് അവളോട് മാപ്പൊന്നും പറയാം. അവൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് അവള് വന്ന് നോക്കണമെന്ന് നോക്കിക്കോട്ടെ. എന്തോ ഡോക്ടർ എന്താ പറഞ്ഞു? എന്താ കയ്യിന് പൊട്ടുണ്ട്, പിന്നെ കാലിനും ചെറുതായിട്ടൊരു ഫ്രാക്ചർ ഉണ്ട്. പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് അവിടെ. കോംപ്ലിക്കേഷൻ ആണല്ലോ. അല്ല കനക, നീ ഇവനോട് പറഞ്ഞിട്ട് അവളോട് പറയാൻ പറ. ഇവൻ പറഞ്ഞാലെങ്കിലും അവള് കേൾക്കും. കുന്തം കേൾക്കും. എടാ, അവൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കൂല. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവൾക്ക് തോന്നണം ചെയ്യണമെന്ന്, അപ്പൊ അവള് ഒന്ന് ചെയ്യും. തങ്കത്തിനോടും പറയൂല, അമ്മനോടും പറയൂല. എന്നാ നീ തന്നെ കിടന്ന് നോക്ക്. ഞാൻ എങ്ങനെ നോക്കടോ? എനിക്ക് അല്ലെങ്കിലേ ലീവില്ല. ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ടാവും. അന്ന് ഒറ്റ വഴിയേ ഉള്ളൂ, നീ ജമന്തിനെ അങ്ങോട്ട് ഒഴിവാക്ക്. അല്ലാതെ പിന്നെ അല്ലേ ഇപ്പൊ നല്ല മറ്റാണല്ലോ പറ്റിക്കണേ. എന്താ മരത്തിന്റെ ഉണ്ടെന്നല്ലോ വീണാണോ? എന്തെന്ന് വരാൻ വെച്ച് വഴി തങ്ങൂലല്ലോ. എടാ ക്ലീറ്റസേ, നീ ഒന്നാ തങ്കത്തിനോട് പറഞ്ഞിട്ട് ഇവിടെ നോക്കാൻ പറയടാ. അവന് ലീവില്ലാണ്ടാണ്. നന്നായി. തങ്കത്തിനോട് ഞാൻ പറയാല്ലേ, അവൾ ഇത്രയും സമയം എന്നോട് പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ വായി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. നീ ഒന്നും മയത്തി പറ, അവള് കേൾക്കും. ഞാൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കൊന്നുമില്ല. പിന്നെ ചിലപ്പോ ഇനി ഇവൻ പറഞ്ഞ കേട്ടാലായി. കാരണം എന്നെക്കാളും കൂടുതൽ സ്നേഹം ഇവനോടാ. നീ ഒന്ന് സംസാരിച്ചു നോക്കാനാ. ഞാൻ എന്ത് പറയാനാടോ? ഞാൻ എന്ത് പറയാനാണ്? അവൾക്ക് വേണമെങ്കിൽ അവളൊന്ന് നോക്കട്ടെ. അങ്ങനെയൊന്നും അവള് വരുമെന്ന് നീ വിചാരിക്കണ്ട. ഇത് എന്റെ ആവശ്യമല്ലേ? ഇല്ലൊക്കെ വേണ്ടാന്ന്. പിന്നെന്താ? അല്ല, ഇപ്പൊ വേറെ ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നീ വിഴുന്ന് കിടന്ന അവള് തന്നെയല്ലേ നിന്നെ നോക്കാൻ. അപ്പൊ അവള് വിഴുന്ന് കിടക്കുമ്പോ നീ നോക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോം നേഴ്സിനെ വെക്കാം. അയ്യോ, അത് വേണ്ടാട്ടാ. അതൊക്കെ ആകെ പ്രശ്നമാണ്. ഹോം നേഴ്സൊക്കെ ആകെ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ പ്രശ്നം എന്റെ അളിയോ, പാലായിൽ എന്റെ കൊച്ചപ്പച്ചനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ച് രാവിലെ 6 മണിക്ക് എണ്ണീറ്റിട്ട് ബ്രൂ കോഫി വേണം. അത് കഴിഞ്ഞ് 8 മണിക്ക് മീൻകറിയും കൂട്ടി അവള് കാപ്പി കുടിക്കുക. ഉച്ചക്കുണ്ടല്ലോ മട്ടൻ വേണമെന്ന്, 4 മണിക്ക് ജ്യൂസ്. പിന്നെ രാത്രി പിന്നെ എന്തൊക്കെ കുറെ ഡിഷ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ശമ്പളം കൊടുക്കണം അവർക്ക്. എനിക്ക് കിട്ടുന്ന എണ്ണിച്ചുട്ട് അപ്പത്തിന് എന്ത് കൊടുക്കാനാണ്? എടാ, എല്ലാ ഹോം നേഴ്സുമാരും അങ്ങനെ അല്ലല്ലോ. ഇത് ഒരു ഇത് പറഞ്ഞ എല്ലാ ടീമും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റുന്ന ഒരെണ്ണത്തിന് വിളിച്ചാ പോരെ? എന്റെ കനക, ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഈ കുടുംബത്തുണ്ട്. ഇനി ശമ്പളവും കൂടി കൊടുത്തിട്ട് ഒരു മാരണത്തിനെ വിളിച്ചു നിർത്തണ. നീ വേറെ വല്ല കാര്യങ്ങൾ ആലോചിക്കും. അല്ലെ, ഞാനേ വേറെ കാര്യം ചോദിച്ചിട്ട് അളിയ, ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിക്കൂടെ ജമന്തികളെ? അവളുടെ അച്ഛൻ അവിടെ വലിച്ചു കിടക്കാണ്. അയാളെ നോക്കാൻ 3-4 ആള് വേണം. പിന്നെ എന്റെ കൂട്ടത്തിൽ കൂടെയാണ് ഇവളും. അപ്പൊ പിന്നെ ഇനി ഒരു മാർഗം ഇല്ലെങ്കിൽ ഹോം നേഴ്സ് എങ്കിൽ ഹോം നേഴ്സ്, അത് ഉറപ്പിക്കും. അപ്പൊ നിന്റെ ശമ്പളം എടുത്ത് കൊടുക്കും ഹോം നേഴ്സിന്? അതെങ്ങനെയെങ്കിലും കൊടുക്കാം. എന്താ കയ്യനൊക്കെ പൊട്ടുണ്ട്, അവിടെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കാണ്. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ലോണം പറ്റണം. എന്തടീന്ന് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ അവള് കാണിച്ചു കൂട്ടിയതൊന്നും. ഞാൻ അനുഭവിച്ചത്. അങ്ങനെ പറയല്ലേ തങ്കം, നമ്മളൊരു ആപത്ത് വരുമ്പോ അല്ലേ. എന്താ ആപത്ത് ഫാസിലെ? ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അതിനെപ്പറ്റിയൊന്നുമില്ല. അവർക്ക് ആരും വേണ്ടല്ലോ. അവർക്ക് കൂടപ്പറപ്പും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട. അവരായി അവരുടെ പാടായി. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയും. എന്താ ആവശ്യമില്ലായ്മ ഞാനിപ്പോ പറഞ്ഞത്? ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ അത് ആലോചിച്ചാ പോരെ. അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല, അങ്ങേർക്ക് സുഖമില്ല, ശ്വാസം മുട്ടലാണ്. അമ്മയെ വിളിച്ച് നിർത്താനും പറ്റില്ല, അമ്മാവനെ അവിടെ വയ്യ. ഞാൻ ലീവ് എടുത്തിട്ട് എങ്ങനെ അവിടെ നിൽക്കും? ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കിട്ടില്ല. ഒരു ഹോം നേഴ്സിനെ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. ഗംഭീര ഐഡിയ അല്ലേ? കോടീശ്വരന്മാർക്ക് അങ്ങനെ എന്താ ചെയ്യാൻ പാടില്ലാത്ത? നിർത്തോ, ഓടിക്കോ, നോക്കോ, എന്താന്ന് വെച്ചാൽ ഞാൻ അഹങ്കാരത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. 2 വർത്താനം എനിക്ക് പറയാനുണ്ട്. കനക, ഞാനങ്ങടെ ഇറങ്ങാന്ന. നിങ്ങൾ എന്തേലും ആലോചിച്ചിട്ട് എന്തേലും ഉണ്ടെന്ന് നീ വിളിച്ചാൽ മതി. ഇപ്പൊ വരണ്ട. ദൈവത്തിന്റെ ഒരേ കളിയേ. കിട്ടിയല്ലോ, അഹങ്കാരം തീർന്നോ? ഇവിടെ വിറപ്പിച്ചോണ്ട് നടക്കണ്ടായല്ലോ നീ. എന്താണ് നിന്റെ വായിക്കാത്തപ്പോ ഒന്നും പറയാനില്ലേ? എന്തായിരുന്നു? ഞാൻ നിന്റെ സ്വർണ്ണമൊന്നും അല്ലല്ലോ എടുത്തിട്ട് പോയത്. 2 കഷ്ണം ഓലയല്ലേ? അതിനാണ് നീ അധിക പ്രസംഗം കാണിച്ചത്. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാം ചെയ്തിട്ട് അവസാനം എല്ലാവരും പറയണതാ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. നീക്ക് എന്താ ബോധം കെട്ട് നടക്കുകയാണോ? മനഃപൂർവ്വം അല്ലെങ്കിൽ അതെങ്ങനെയാ? കുടുംബത്തെ അങ്ങനെ സ്നേഹമായിട്ടൊക്കെ വളർത്തിയിട്ടുണ്ടാവണം.
തോന്നിയാസം കാണിച്ചിട്ട് മോങ്ങണ്ട, എനിക്ക് ഒരു സങ്കടം വരില്ല മോങ്ങല കണ്ടിട്ട്. ഇനിയിപ്പോ എന്തേലും ഉദ്ദേശിക്കുന്ന കിട്ടിയാലും കൂടി പറഞ്ഞിട്ടില്ല ഹോം നേഴ്സിനെ ഇറക്കുമെന്ന് നിന്നെ നോക്കാൻ. ആ ഹോം നേഴ്സ് നോക്കിയാൽ മതി, അതാ നല്ലത് നിന്നെയൊക്കെ. എന്നാടി ഹോം നേഴ്സ് വന്നത്? കാശ് കുറെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കണേ ഹോം നേഴ്സിനെ ഇറക്കാനാണെങ്കിൽ? എന്നോട് ദേഷ്യല്ലേ? ആർക്ക് ദേഷ്യം? ദേഷ്യാണെങ്കിൽ എന്താ ഉടനെ നീ ഹോം നേഴ്സിനെ ഇറക്കിക്കോ? എന്താ തക്ലിമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോം നേഴ്സിനെ ഇറക്കിയാ നോക്കണേ? ഞാനങ്ങനെ രണ്ടിനെയും രണ്ടായിട്ട് കണ്ടിട്ടില്ല. അന്യത്തിനെ പോലെ പെരുമാറുക എന്നോട്. സാരയില്ല, പോട്ടെ. വേദനയുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞ വഴക്ക് പറയാം. എന്താ നീ? എനിക്കൊന്ന് കുളിക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കി തരും. ചൂടുവെള്ളം ഉണ്ടാക്കാൻ നിന്റെ കൊതുമ്പും ചൂട്ട് ഞാൻ ഒന്ന് എടുത്തോട്ടെ?